മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ കിരീട യുദ്ധം എന്ന് പറയുന്ന ടാസ്കിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാളത്തെ സെക്കൻഡ് റൗണ്ടിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് പലരും പലയിടത്തായിരുന്നു. അങ്ങനെ ഒരു ചർച്ചയാണ് നമ്മുടെ ജിഷിനും അനുമോളും സാബുമാനും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. അനുമോൾ പറയുന്നത് നാളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, നല്ല ഉഗ്രൻ ഒരു അടി നടക്കാനുള്ള സാധ്യതയുമുണ്ട്, ആർക്കെങ്കിലും അടി കിട്ടുകയും ചെയ്യും, ഒരാൾ പുറത്തു പോവുകയും ചെയ്യും, അതുറപ്പാ, ഒന്നിനും അടിക്കാത്തവരാ ഇവിടെയുള്ളവർ. നാളത്തെ റൗണ്ടിൽ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാകുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് പലരും തയ്യാറെടുക്കുന്നതും ചർച്ച ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ നമ്മുടെ ജിഷിൻ പറയുന്നത്, ഇപ്പോൾ അക്ബർ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാകും, നാളെ ജിഷിൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഞാൻ നാളെ അവൻ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ പോകും, അവൻ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ തിരിച്ചു കൊടുക്കും. ഇന്ന് തന്നെ 2 തവണ ഞാൻ തല്ലാൻ വേണ്ടി കൈപൊക്കിയതാ, പിന്നെ ഞാൻ അങ്ങ് കൺട്രോൾ ചെയ്തതാ. അവൻ ഞാൻ പണിപ്പുരയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന എൻ്റെ പാക്കേജ് എടുത്ത് എറിഞ്ഞു കളഞ്ഞേക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് അതെന്ത് പ്രീഷ്യസ് ആയ സാധനമാണെന്നറിയാമോ? അതിൻ്റെ അകത്ത് എന്തുമായിക്കോട്ടെ, പക്ഷെ ഇവൻ എന്തിനാണ് എടുത്തെറിയുന്നത്? ആ സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വന്ന് തല്ലാൻ വേണ്ടി കൈപൊക്കിയതാ. പക്ഷേ നാളെ ടാസ്കിനിടയിൽ എനിക്ക് എന്തായാലും സംഭവിച്ചാൽ ഞാൻ നല്ലത് തിരിച്ചു കൊടുക്കും. ഇവിടുന്ന് പുറത്തു പോകേണ്ടി വന്നാലും കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ജിഷിൻ ഷാബുമാനോടും അനുമോളോടും പറയുന്നത്. ഈ ടാസ്കിന് പുറമേയും ഒരു ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക്കാണിത്. എന്നാൽ ഇതൊരു ഫിസിക്കൽ ടാസ്ക്കായിട്ട് എല്ലാവരും എടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ അനീഷിൻ്റെ ടീമിനെയും പുറത്താക്കിയതും ഫിസിക്കൽ അറ്റാക്ക് വഴി തന്നെയാണ്. എന്നിട്ടും ബിഗ് ബോസ് അത് സമ്മതിച്ചെങ്കിൽ ഇതൊരു ഫിസിക്കൽ ടാസ്ക്കായി എടുക്കാമെന്നായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഈ ടാസ്കിന് പുറമെ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും വിലയിരുത്തൽ. നാളത്തെ ലൈവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അനുമോൾ പറഞ്ഞതുപോലെ ആരെങ്കിലും തല്ലി പുറത്താകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.